ഓൺഹോ തിരിച്ചെത്തി കഴിയുമ്പോൾ തന്നെ അവൻ ഒരുപാട് വൈനൊക്കെ കുടിച്ചു തീർക്കുന്നു. ഇത്രയും വൈനൊക്കെ കുടിക്കുവാനായിട്ട് നിന്നെ അവൾ വേണ്ടെന്ന് പറഞ്ഞോ എന്നൊക്കെ ബോസ് ചോദിക്കുമ്പോഴത്തേക്കും അവനാകട്ടെ അവൾക്കിപ്പോൾ ഒരു ബോയ് ഫ്രണ്ട് ഉണ്ട്. അത് കൂടാതെ മറ്റൊരാൾക്കും അവളെ ഇഷ്ടമാണ്. ഞാൻ അവളെ ഉപേക്ഷിക്കുന്നതിന് മുമ്പായിട്ട് അവൾ ഒരിക്കലും എന്നെ ഉപേക്ഷിച്ചു പോയിട്ടുണ്ടായിരുന്നില്ല എന്നൊക്കെ ഓൺഹോയും പറയുന്നു. ഓൺഹോയുടെ ഒപ്പം ജീവൻ ഉണ്ടായിരുന്നതിനെ കുറിച്ചൊക്കെ ജിഹു ഓർത്തു നോക്കുകയാണ്. അങ്ങനെ അവനും ഒടുവിലായിട്ട് ജീവനെ കോൾ ചെയ്ത് നോക്കുന്നു. ജീവനും ഫുഡൊന്നും കഴിക്കാതെ വൈൻ മാത്രമായിരുന്നു കുടിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവൾക്ക് വയറുവേദനയൊക്കെ ആയിട്ട് ഇപ്പോൾ മെഡിക്കൽ ഷോപ്പിൽ അവൾ നിൽക്കുകയാണ്. മിൻഹോൻ പലതവണ അവളെ കോൾ ചെയ്യുമ്പോഴത്തേക്കും അവന്റെ ശല്യം സഹിക്കുവാൻ സാധിക്കാതെ അവളെ ഫോണൊക്കെ സ്വിച്ച് ഓഫ് ആക്കുന്നു. അവൾ ഫോൺ എടുക്കാത്തത് കൊണ്ട് തന്നെ ജീഹുക്കിനും അവളുടെ കാര്യത്തിൽ ഒരു വ്യാകുലതയൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ അവളെ അന്വേഷിച്ച് പോകുകയാണ്. ജീവനും നടന്നു പോകുന്ന വഴിക്ക് ആരോ ഒരാൾ ജീവനെ ഫോളോ ചെയ്യുന്നതായിട്ടൊക്കെ അവൾക്ക് തോന്നുന്നു. അവളും അയാളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുവാനായിട്ടൊക്കെ ഓടുകയാണ്. അങ്ങനെ ഓടി ഓടി ഏറ്റവും ഒടുവിലായിട്ട് മിൻഹുവിന്റെ മുമ്പിലേക്കാണ് അവൾ ചെന്ന് പെടുന്നത്. അവളെ പേടിപ്പിക്കുവാൻ വേണ്ടി അവളെ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത് മിൻഹുൻ തന്നെ ആയിരുന്നു. മിൻഹുൻ അവളെ കോൾ ചെയ്തിട്ട് അവൾ ഫോൺ എടുക്കാതെ ആയപ്പോഴത്തേക്കും അവളെ പേടിപ്പിക്കുവാൻ വേണ്ടി ആയിരുന്നു അവൻ ഇങ്ങനെ ചെയ്തത്. അങ്ങനെ ഇരിക്കെ നിന്നെ ഇട്ട് ഓടിക്കുവാൻ നല്ല രസമാണെന്നൊക്കെ പറഞ്ഞ് അത്രയും വലിയൊരു പേടിയൊക്കെ അവളുടെ ഉള്ളിൽ ഉണ്ടാക്കിയിട്ട് പോലും അവൻ ഇരുന്ന് ചിരിക്കുകയാണ്. മിൻഹുൻ അവളുടെ മുഖത്തേക്കൊക്കെ സൂക്ഷിച്ചു നോക്കിയതിനു ശേഷം വർക്കിന് ശേഷം നീ മേക്കപ്പ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നോ? അങ്ങനെ മേക്കപ്പ് ഇട്ടിട്ട് നീ എവിടെയായിരുന്നു പോയതെന്നൊക്കെ അവളുടെ അടുത്തും ചോദിക്കുകയാണ്. അല്ലെങ്കിലും ആപ്പിൾ മരത്തിൽ നിന്നും ഒരുപാട് അകലെയൊന്നും വീഴുകയില്ലല്ലോ എന്നൊക്കെ അവനും പറയുന്നു. സോമനും ജീവോന്റെ അമ്മയുടെ കാര്യമൊക്കെ അവനോട് പറഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യം ജീവോന് മനസ്സിലാക്കുകയാണ്. നീ ഇങ്ങനെ ഓരോന്ന് ചെയ്യുന്നത് കൊണ്ടാണ് എനിക്കും നിന്റെ അടുത്ത് സംശയമൊക്കെ തോന്നുന്നത്. പണ്ടത്തെ പോലെ ഒന്നുമല്ലല്ലോ നീ ഇപ്പോൾ ഡ്രസ് ചെയ്യുന്നത് പോലും. ഇത്രയും വില കൂടിയ ഡ്രസ്സൊക്കെ ഇട്ട് പെർഫ്യൂം ഒക്കെ ഇട്ട് നീ എവിടേക്കായിരുന്നു പോയിട്ടുണ്ടായിരുന്നതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവനും അവളുടെ കയ്യിലൊക്കെ മുറുക്കെ പിടിക്കുകയാണ്. അവളും വേദന കാരണം നിലവിളിക്കുന്നൊക്കെയുണ്ട്. അങ്ങനെ ഇരിക്കെ അവിടേക്ക് എത്തുന്ന ജീഹുക്കും മിൻഹ്വാനെ പെട്ടെന്ന് തന്നെ നിലത്തേക്കൊക്കെ ഇടുന്നു. നീ കമ്പനിയുടെ ജനറൽ മാനേജർ ആണെന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷെ ഇവിടെ നിനക്ക് ഇവളുമായിട്ട് എന്തായിരുന്നു പരിപാടി എന്നൊക്കെ ചോദിച്ചുകൊണ്ട് മിൻഹ്വാനും ജീഹുക്കിന്റെ അടുത്ത് ദേഷ്യപ്പെട്ടൊക്കെ സംസാരിക്കുമ്പോഴത്തേക്കും അവൾ അല്ലെങ്കിലും മരിക്കേണ്ടവളല്ലായിരുന്നോ? അപ്പോൾ ഞാൻ കൊന്നെന്ന് വെച്ച് എന്താണ് ഇത്രയ്ക്ക് കുഴപ്പമെന്നൊക്കെ മിൻഹ്വാൻ പണ്ട് അവൾ മരിച്ച ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നതിനെ കുറിച്ചൊക്കെ ജീഹുക്കും ഓർക്കുന്നു. ദേഷ്യം വരുന്ന ജീഹുക്കും അവന്റെ കഴുത്തിനൊക്കെ പിടിച്ച് അവനെ പൊക്കി നിർത്തുകയാണ്. അങ്ങനെ ഇരിക്കെ ജീവനും പെട്ടെന്ന് തന്നെ ആ ഒരു കൈയൊക്കെ പിടിപ്പിച്ച് കഴിയുമ്പോഴത്തേക്കും മിൻഹ്വാനും ജീവനും കൊണ്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നു. കുറെ ദൂരം ഓടി കഴിയുമ്പോഴത്തേക്കുമാണ് ഞാൻ എന്തിനാണ് ഓടിയതെന്നൊരു തോന്നലൊക്കെ അവൻ ഉണ്ടാക്കുന്നത്. അതൊക്കെ പോട്ടെ, ഞാൻ അവിടെ നിന്നും ഓടിയപ്പോഴത്തേക്കും എന്തുകൊണ്ടായിരുന്നു ജീവൻ എന്റെ ഒപ്പം ഓടാതിരുന്നതെന്നൊക്കെ അവനെ സംശയിക്കുകയാണ്. അവർ രണ്ടുപേരും ഇപ്പോൾ ഒന്നിച്ചാണല്ലോ ഉള്ളത് എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് മിൻഹ്വാനും ദേഷ്യപ്പെട്ട് അവിടെ ഉണ്ടായിരുന്ന കുറെ വേസ്റ്റ് ഒക്കെ ചവിട്ടി കളയുവാനായിട്ട് നോക്കുമ്പോഴത്തേക്കും അവിടെയും അവൻ തെന്നി വീഴുന്നു. ഒരു പ്രശ്നമൊക്കെ വന്നപ്പോഴത്തേക്കും മിൻഹ്വാൻ ആകട്ടെ സ്വന്തം സേഫ്റ്റി നോക്കി ഓടി രക്ഷപ്പെട്ടതിനെ കുറിച്ചൊക്കെ ജീവനും ഓർത്തു നോക്കുകയാണ്. ജീഹുക്കും അവളെ ഫോൺ ചെയ്തിട്ട് അവൾ ഫോൺ എടുക്കാതെ ആയതുകൊണ്ടായിരുന്നു അവളെ അന്വേഷിച്ച് എത്തിയിട്ടുണ്ടായിരുന്ന കാര്യമൊക്കെ ജീഹുക്ക് അറിയിക്കുന്നു. മിൻഹ്വാൻ അവളെ എന്തെങ്കിലും ചെയ്യുമോ എന്ന ഭയം കൂടി അവന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു എന്ന കാര്യം കൂടി അവൻ പറയുകയാണ്. നിനക്ക് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തോന്നലൊക്കെ തോന്നിയതെന്ന് ജീവൻ ചോദിക്കുമ്പോഴത്തേക്കും മനുഷ്യർ ഒരിക്കലും മാറുകയില്ല. അവർ ചെയ്ത കാര്യം തന്നെ വീണ്ടും ചെയ്തുകൊണ്ടേയിരിക്കും. പിന്നെ മിൻഹ്വാനും പെട്ടെന്ന് വയലന്റ് ആകുന്ന രീതിയിലുള്ള ഒരു ക്യാരക്ടറാണെന്ന് ജിഹുക്ക് പറയുമ്പോഴത്തേക്കും വിവാഹം കഴിക്കുന്നത് വരെ ജീവനും ആ ഒരു കാര്യമൊന്നും മനസ്സിലാക്കിയിട്ട് പോലും ഉണ്ടായിരുന്നില്ല. ആരും നിന്റെ കയ്യിൽ അങ്ങനെയൊന്നും പിടിക്കുവാനായിട്ട് നീ ഒരിക്കലും അനുവദിച്ചു കൊടുക്കരുതെന്നൊക്കെ അവൻ പറഞ്ഞോണ്ടൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും അതുവഴിയെ സോമിനും വന്നിട്ടുണ്ടായിരുന്നു. മിൻഹ്വാനും ജീവനും കൂടി ചേർന്നിട്ടുള്ള ഒരു ഫൈറ്റ് ഒക്കെ കാണുവാനായിട്ടായിരുന്നു അവൾ എത്തിയിട്ടുണ്ടായിരുന്നതെങ്കിലും ഇപ്പോൾ ആകട്ടെ ജിഹുക്കും ജീവനും കൂടി സംസാരിച്ചു നിൽക്കുന്നതാണ് അവൾ കാണുന്നത്. അങ്ങനെ ഇരിക്കെ സൂമിനും മിൻഹ്വാന്റെ അടുത്തു നിന്നും ഒരു കോളൊക്കെ വരികയാണ്. നീ എന്തിനാണ് എന്നെ കൂടുതലായിട്ടൊക്കെ ശ്രദ്ധിക്കുന്നത്? എനിക്കത് ഒട്ടും തന്നെ സഹിക്കുവാനായിട്ട് സാധിക്കുന്നില്ല. ചീറ്റ് ചെയ്യുന്ന ആരെയും എനിക്ക് അല്ലെങ്കിലും ഇഷ്ടമില്ല. നിനക്ക് അതെന്റെ ഗേൾ ഫ്രണ്ടിന്റെ അടുത്തെങ്കിലും ജെന്യുവനായിട്ട് നിന്നൂടെ എന്നൊക്കെ അവൾ ചോദിക്കുമ്പോഴത്തേക്കും എനിക്ക് ഗേൾ ഫ്രണ്ട് ഒന്നും ഇല്ല എന്നൊക്കെ അവനും പറയുന്നു. അത് കേൾക്കുമ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചതിനേക്കാളും മോശപ്പെട്ട ആളാണല്ലോ നീ. ഹയൂൺ എന്തൊരു നല്ല വ്യക്തിയാണ്. ഹയൂണിനെ പോലെ ഇത്രയും നല്ല ഒരാളെ ഞാൻ ഇതുവരെ കണ്ടിട്ട് പോലുമില്ല. അവളും വളരെയധികം സുന്ദരിയും എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അതുപോലെ ഒരാളെ നിനക്ക് എങ്ങനെയാണ് ചതിക്കുവാനായിട്ട് തോന്നിയത്? എന്തായാലും ഈ ഒരു കാര്യം ഞാൻ തന്നെ അവളോട് പറയാമെന്നൊക്കെ ജീവൻ പറയുമ്പോഴത്തേക്കുമാണ് എന്താണ് അവൾ പറഞ്ഞു വരുന്നതെന്ന കാര്യമൊക്കെ ജീഹുക്കിനും മനസ്സിലാകുന്നത്. ഞാനും ഹയൂണും തമ്മിൽ പ്രണയത്തിലാണെന്നാണോ നീ വിചാരിച്ചിട്ടുള്ളത്? നിന്നോടുള്ള സ്നേഹം കാരണം ഞാൻ ഹയൂണിനെ ചതിക്കുമെന്ന് നീ കരുതുന്നുണ്ടോ എന്നൊക്കെ അവൻ ചോദിക്കുമ്പോഴത്തേക്കും അവളും അതെ എന്ന മറുപടിയൊക്കെ പറയുകയാണ്. എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞത് സത്യം തന്നെയാണ്. പക്ഷെ കുറച്ച് സത്യങ്ങൾ കൂടി നീ മനസ്സിലാക്കുവാനായിട്ടുണ്ടെന്ന് പറഞ്ഞ് അവനും അപ്പോൾ തന്നെ ഹയൂണിനെ കോൾ ചെയ്യുന്നു. മോസ്റ്റ് ബ്യൂട്ടിഫുൾ എന്ന പേരിലൊക്കെ സേവ് ചെയ്തിട്ടുണ്ടായിരുന്ന ഹയൂണിന്റെ നമ്പറിലേക്ക് അവനും കോൾ ചെയ്യുന്നു. കോൾ എടുക്കുന്ന ഹയൂൺ ആകട്ടെ 5 മിനിറ്റിനകം നീ കാര്യം പറഞ്ഞില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ഞാൻ ഈ ഒരു കോളൊക്കെ അവസാനിപ്പിക്കുന്നതായിരിക്കുമെന്നാണ്
ആദ്യം തന്നെ പറയുന്നത്. അങ്ങനെ അവനും ഐ ലവ് യു എന്നൊക്കെ പറയുമ്പോൾ തന്നെ അവളും കോൾ കട്ട് ചെയ്യുന്നു. പിന്നീട് അവളായിട്ട് തന്നെ ഇങ്ങോട്ട് കോൾ ചെയ്യുകയാണ്. ഞാനല്ല, അവൾ തന്നെയാണ് മോസ്റ്റ് ബ്യൂട്ടിഫുൾ എന്ന് സേവ് ചെയ്തിട്ടുണ്ടായിരുന്നതെന്നൊക്കെ ചിഹുക്ക് പറഞ്ഞതിന് ശേഷം അവനും കോളൊക്കെ എടുക്കുന്നു. സാധാരണ നീ ഇങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ ഞാൻ അടുത്ത 1 മാസത്തേക്ക് നിന്റെ മുഖത്തേക്ക് പോലും നോക്കാത്തതാണ്. പക്ഷെ നമ്മൾ ഒരേ ഓഫീസിലൊക്കെ വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ എനിക്ക് നിന്നെ കാണേണ്ടതായിട്ടുമുണ്ട്. ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറയുവാനായിട്ട് നീ എന്താ നമ്മുടെ ഫാമിലി രജിസ്റ്ററിൽ നിന്നും നിന്റെ പേരൊക്കെ കളയുവാനായിട്ട് പോകുകയാണോ എന്ന് അവളും ചോദിക്കുകയാണ്. അതൊക്കെ കേട്ട് കഴിയുമ്പോഴത്തേക്കുമാണ് ജീവണ്ണും അത് അവന്റെ സിസ്റ്റർ ആണെന്നുള്ള കാര്യമൊക്കെ മനസ്സിലാകുന്നത്. എനിക്ക് എന്തോ ഒരു തെറ്റിദ്ധാരണയൊക്കെ സംഭവിച്ചതാണ്. എന്തായാലും നീ എന്നോട് ക്ഷമിക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജീവൻ സംസാരിക്കുമ്പോഴത്തേക്കും നിനക്ക് മൊത്തത്തിൽ തെറ്റിദ്ധാരണയൊന്നും സംഭവിച്ചിട്ടില്ല. കുറച്ചൊക്കെ ശരിയാണ്. എനിക്ക് ശരിക്കും നിന്നെ ഒരുപാട് ഇഷ്ടമാണെന്ന് അവനും തുറന്നു പറയുന്നു. ഇപ്പോൾ അവനും അവളുടെ ഒപ്പം നടന്ന് അവളുടെ വീടിന് മുമ്പിൽ വരെ എത്തിയിരിക്കുകയാണ്. പക്ഷെ വീടിന് മുമ്പിൽ എത്തി കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് അവൻ അവന്റെ ബോധമൊക്കെ നഷ്ടപ്പെട്ട് അവളുടെ അടുത്തേക്കായിട്ട് വീഴുകയാണ്. അവൾക്കും എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരു അവസ്ഥയിലേക്ക് അവൾ നിൽക്കുന്നു. അങ്ങനെ ആ ഒരു എപ്പിസോഡ് അവസാനിച്ച് അടുത്ത എപ്പിസോഡ് തുടങ്ങുമ്പോഴത്തേക്കും അവർ രണ്ടുപേരും ഇപ്പോൾ വീടിന് മുമ്പിലൊക്കെ നിൽക്കുകയാണ്. അവൾക്കും വയറിന് വല്ലാത്ത വേദനയുണ്ടെന്നൊക്കെ പറയുന്നു. അത് കേട്ട് കഴിയുമ്പോഴത്തേക്കും ചീഹുക്കും അവളുടെ അടുത്തേക്കൊക്കെ ആയിട്ട് നിന്നതിന് ശേഷം അപ്പോൾ തന്നെ അവന്റെ ബോധം നഷ്ടപ്പെട്ട് അവളുടെ കൈകളിലേക്കായിട്ട് വീഴുകയാണ്. സോമിനും ഇപ്പോൾ മിൻഹുവിനെ കാണുവാനായിട്ട് എത്തിയിരിക്കുകയാണ്. സോമിനാകട്ടെ മിൻഹുവാൻ ഇരിക്കുന്ന സ്ഥലത്തിന്റെയൊക്കെ അടുത്തെത്തി കഴിയുമ്പോഴത്തേക്കും കുറച്ചുകൂടി മേക്കപ്പ് ഒക്കെ ചെയ്തിട്ട് ഒരു വണ്ടിയിലും ചാടിക്കയറുന്നു. അവളും ഷർട്ടിന്റെ ഒന്ന് രണ്ട് ബട്ടണൊക്കെ അഴിച്ചതിന് ശേഷം മിൻഹുവാന്റെ അടുത്തേക്ക് ഓടി ചെല്ലുകയാണ്. അതായത് അവൾ മറ്റൊരു സ്ഥലത്ത് നിന്നും വന്നതായിരുന്നു എന്നൊക്കെ കാണിക്കുവാനായിട്ടാണ് ഇതുപോലെ ടാക്സിയിലൊക്കെ കയറി വന്നിട്ടുള്ളത്. മിൻഹുവാന്റെ ആ ഒരു ഇരിപ്പൊക്കെ കാണുന്ന അവളും നിനക്ക് എന്താണ് പറ്റിയത്, നീ വല്ല അടിയും ഉണ്ടാക്കുവാനായിട്ട് പോയോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവനെയും തൊട്ടു നോക്കുന്നു. ജീഹോക്ക് ഇപ്പോൾ ഉള്ളത് ആശുപത്രിയിലാണ്. അവനാകട്ടെ കണ്ണൊക്കെ തുറന്ന് കഴിയുമ്പോഴത്തേക്കും അവന്റെ അടുത്ത് ജീവോണും ഇരിപ്പുണ്ടായിരുന്നു. ജീഹോക്കിനെ ടെസ്റ്റ് ഒക്കെ ചെയ്തതിന് ശേഷം ഡോക്ടറും നീ ശരിക്കും ഉറങ്ങാറില്ലായിരുന്നു അല്ലെ, നീ ഫുഡും സമയത്ത് കഴിച്ചിട്ടില്ല, അതുകൊണ്ടൊക്കെയാണ് ഇതുപോലെ സംഭവിച്ചതെന്നൊക്കെ അയാളും പറയുകയാണ്. നിനക്ക് വയറിന് എന്തെങ്കിലും കുഴപ്പമൊക്കെ തോന്നുന്നുണ്ടോ എന്ന് ചിഹുകിന്റെ അടുത്ത് ഡോക്ടർ ചോദിക്കുമ്പോഴത്തേക്കും ആയിരുന്നു അവൾക്ക് വയറുവേദന ഉണ്ടെന്നുള്ള കാര്യമൊക്കെ നേരത്തെ പറഞ്ഞതിനെ കുറിച്ച് അവൻ ഓർക്കുന്നത്. അങ്ങനെ ഇരിക്കെ ഇവൾക്ക് എത്രയും പെട്ടെന്ന് മെഡിക്കൽ ചെക്കപ്പ് ഒക്കെ ചെയ്യേണ്ടതായിട്ടുണ്ടെന്ന് അവനും ആവശ്യപ്പെടുന്നു. പക്ഷെ എനിക്ക് അങ്ങനെയുള്ള ഒരു കുഴപ്പവുമില്ല, ഞാനും കഴിഞ്ഞിടയ്ക്ക് CT സ്കാൻ ഒക്കെ ചെയ്തു നോക്കിയിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ ഞാൻ ഓക്കെ ആണെന്നൊക്കെ ജീവണും അവന്റെ അടുത്ത് പറയുന്നു. അവൾ എന്തുകൊണ്ടായിരിക്കാം CT സ്കാൻ ഒക്കെ ചെയ്തിട്ടുണ്ടാക്കുക എന്ന സംശയത്തിലായിരുന്നു ജീവൊക്കെ ഉണ്ടായിരുന്നത്. ഇനി അവളാകട്ടെ അവൾക്ക് വയറിന് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാക്കുമെന്ന കാര്യം അവൻ എങ്ങനെയാണ് മനസ്സിലാക്കിയതെന്ന സംശയമായിരുന്നു അവൾക്കും ഉണ്ടായിരുന്നത്. ഒരു കാര്യം ചെയ്യാം, ഞാൻ നിങ്ങളുടെ രണ്ടുപേരുടെയും ടെസ്റ്റ് ഒക്കെ നടത്താമെന്ന് ഡോക്ടറും അവരുടെ അടുത്ത് പറയുന്നു. മിൻഹ്വാനെയും സൂമിനെയും കാണിക്കുകയാണ്. സൂമിനാകട്ടെ മിൻഹ്വാനെ സെഡ്യൂസ് ചെയ്യാനായിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നതെങ്കിലും ഇപ്പോൾ അവളുടെ സ്വഭാവം അങ്ങനെ ഒന്നുമല്ല എന്നൊക്കെ വെറുതെ അഭിനയിച്ചൊക്കെ മിൻഹ്വാന്റെ അടുത്ത് കാണിക്കുകയാണ്. മിൻഹ്വാനും അവളെ കിസ് ചെയ്യുവാനായിട്ടൊക്കെ തുടങ്ങുമ്പോഴത്തേക്കും അവളാകട്ടെ നമ്മൾ ഇങ്ങനെ ഒന്നും ചെയ്യുവാനായിട്ട് പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു. എനിക്കൊരിക്കലും ജീവനെ വേദനിപ്പിക്കുവാനായിട്ട് സാധിക്കുകയില്ല, അതിലും ഭേദം ഞാൻ മരിക്കുന്നതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവളും കരയുകയാണ്. അവളുടെ കരച്ചിലൊക്കെ കാണുമ്പോഴത്തേക്കും മിൻഹോനും അവളെ സമാധാനിപ്പിക്കുവാനായിട്ട് ഇരിക്കുന്നു. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഒന്നിച്ച് ഒരേ വണ്ടിക്കൊക്കെയാണ് തിരിച്ചു പോകുന്നത്. മിൻഹോന്റെ ശ്രദ്ധയൊക്കെ തെറ്റുന്നുണ്ടെങ്കിലും അവനും കൺട്രോൾ ചെയ്തൊക്കെ ഇരിക്കുന്നു. അവരെപ്പോഴും ജീവന്റെ വീട്ടിലേക്കാണ് പോകുന്നത്. ആദ്യമായിട്ടാണ് സൂമിന്റെ വീട്ടിലേക്കൊക്കെ മിൻഹോനും എത്തുന്നത്. തിരിച്ച് കാറിൽ കയറി പോകാതെ ഇപ്പോൾ അവനും നേരെ സുമിന്റെ വീടിന് മുമ്പിലായിട്ട് ഇറങ്ങിയിരിക്കുന്നു. ഞാൻ നല്ലൊരു വ്യക്തിയാണെന്നൊക്കെ ജിഹോക്ക് പറയുമ്പോഴത്തേക്കും വീണ്ടും എല്ലാം മറന്ന് ആദ്യം തൊട്ട് തുടങ്ങുവാനായിട്ട് അവൾക്ക് സാധിക്കുമോ എന്ന സംശയത്തിലായിരുന്നു അവൾ ഉണ്ടായിരുന്നതും. അതുകൊണ്ട് തന്നെ എനിക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് അവളും ഒഴിവാക്കുവാനായിട്ട് നോക്കുന്നു. ഇന്ന് നടന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഓർക്കുമ്പോഴത്തേക്കും മിൻഹ്വാനും നല്ലൊരു ബുദ്ധിമുട്ടൊക്കെ നിന്നെ ഫേസ് ചെയ്യുവാനായിട്ട് തോന്നുമെന്ന് അവൾ പറയുമ്പോഴത്തേക്കും അത് നല്ലൊരു കാര്യമാണ്. അവനോട് കൂടുതലായിട്ടൊക്കെ ആലോചിച്ചതിന് ശേഷം മാത്രമേ ഏതൊരു കാര്യവും ചെയ്യാവൂ എന്ന് പറയണം. നിന്നെ നല്ലതുപോലെ തന്നെ നോക്കുവാനായിട്ട് പറയണം. അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇനി ഒന്നും തന്നെ സംഭവിക്കുകയില്ല എന്ന് അവനും പറയുന്നു. പിന്നീട് അവനും പെട്ടെന്ന് തന്നെ ഒരു ടാക്സി ഒക്കെ വിളിച്ചിട്ട് ആ ഒരു ടാക്സിയിൽ കയറി പൊയ്ക്കോളുവാൻ അവളോട് പറയുകയാണ്. ഞാൻ നല്ലൊരു വ്യക്തിയാണെന്ന് നിന്നെ എനിക്ക് തെളിയിച്ചു തരുവാനായിട്ട് സാധിക്കുമോ എന്ന് എനിക്ക് അറിയുകയില്ല. എന്തായാലും എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. പിന്നെ ഞാനും നിനക്ക് മോശം വരുന്ന രീതിയിൽ ഒരു കാര്യങ്ങളും ചെയ്യുകയില്ല. നീ എന്നോട് നോ എന്ന് പറയുന്നത് വരെ നിന്നെ ഹെൽപ്പ് ചെയ്യുവാനായിട്ട് ഞാനും ഉണ്ടാക്കും. ഈ ഒരു ടാക്സിയിൽ ഞാൻ എന്തായാലും കയറുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവനും അവളെ ഒരു ടാക്സിയിലൊക്കെ കയറ്റുന്നു. പക്ഷേ അതിന്റെ പിറകിലായിട്ട് തന്നെ അവനും മറ്റൊരു ടാക്സിയിലൊക്കെ വരുന്നുണ്ടായിരുന്നു. ചീഹോക്കിനും അന്ന് രാത്രി ഉറങ്ങുവാനായിട്ട് പോലും സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അവനും പിറ്റേ ദിവസം രാവിലെ ആക്കുമ്പോഴത്തേക്കും പോകുവാനൊക്കെ റെഡിയാകുന്നു. ഇനി ജീവനാകട്ടെ ഉറങ്ങുവാൻ കിടന്നിട്ടുണ്ടായിരുന്നെങ്കിലും ഉറങ്ങുവാൻ സാധിക്കാതെ പോയിട്ടുണ്ടായിരുന്ന അവളും പോകുവാനൊക്കെ റെഡിയാക്കുകയാണ്. ജീവൻ രാവിലെ ഓഫീസിലെത്തി കഴിയുമ്പോഴത്തേക്കും അവൾക്ക് കുടിക്കുവാനായിട്ട് കോഫിയൊക്കെ ആയിട്ട് ഉൺഹോയും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു.
അവരങ്ങനെ കോഫിയൊക്കെ മേടിച്ചോണ്ട് നിൽക്കുന്നത് ചിഹുക്കും കാണുന്നു. ഇന്ന് എല്ലാവരും കുറച്ച് അലേർട്ടൊക്കെ ആയിട്ടിരിക്കണം. ചിഹുക്ക് ഇന്ന് നല്ല മൂഡിലല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഹയൂണ് മെസ്സേജ് അയക്കുകയാണ്. പക്ഷെ അവന് വല്ല മാറ്റമൊന്നും ഉള്ളതായിട്ട് യൂറാനു മനസ്സിലാകുന്നില്ല. അങ്ങനെ ഇരിക്കെ അവർ രണ്ടുപേരും സിബ്ലിങ്സ് ആണെങ്കിൽ പോലും അവരെ കണ്ടാൽ ഒരുപോലെയൊന്നും തോന്നിക്കുകയില്ലല്ലോ എന്നൊക്കെ ഓർത്തുകൊണ്ട് ജീവനും നിൽക്കുന്നു. ഓഫീസിൽ സൂമിനെത്തി കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്ക് മിൻഹോൻ കൂടി ഓഫീസിലേക്ക് എത്തുന്നു. ജീവനും വളരെയധികം ദേഷ്യത്തോടെ ആയിരുന്നു മിൻഹോനെ നോക്കിയിട്ട് പോലും ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ എങ്ങനെ അവസാനിപ്പിക്കുകയാണ്? അടുത്തൊരു വീഡിയോ ആയിട്ട് എത്രയും വേഗം കാണാം. ബൈ.